ബഹുമാനികളെ, അദ്ദുആഉ ലിൽ മയ്യിത്തി, മയ്യിത്തിനുള്ളതായ പ്രാർത്ഥന എന്ന അധ്യായമാണ്. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ 3-ാം തക്ബീറിന് ശേഷം നമ്മൾ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്നാണ്. അത് അതിൻ്റെ ഫർള. അഖല്ലു ദുആഇൽ വാജിബി ഫി സ്വലാത്തിൽ ജനാസ, മയ്യിത്ത് നിസ്കാരത്തിൽ നിർബന്ധമായ ദുആഇൻ്റെ ചുരുങ്ങിയ രൂപം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അത്രമാത്രം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പെണ്ണാണെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹ. ഏറ്റവും ചുരുങ്ങിയ രൂപം ചൊല്ലിയാലും നിസ്കാരം സ്വഹീഹാവും. മയ്യിത്തിനുള്ള ദുആ അറിയില്ല എന്ന് പറയും പല ആളുകളും. اللهم اغفر له وارحمه واعف عنه وعافه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر وفتنته ومن عذاب النار. ഈ പറഞ്ഞതാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. ഇതാണ് മഅ്സൂറായ ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ദുആ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ദുആ പൂർണ്ണമായും അറിഞ്ഞിരിക്കുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെ മേലിലും കടമപ്പെട്ടതാണ്. അല്ലാഹുവേ, ഈ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണേ. വറഹംഹു, ഈ മയ്യിത്തിനോട് നീ കരുണ കാണിക്കണേ. വഅഫു അൻഹു, ഈ മയ്യിത്തിന് നീ മാപ്പ് നൽകണേ. വ ആഫിഹി, ഈ മയ്യിത്തിന് നീ സുഖം നൽകണേ. വ അക്രിം നുസുലഹു, ഇതുവരെ ദുനിയാവിൻ്റെ ഇടങ്ങേറിലായിരുന്നു. ഈ ദുനിയാവിൻ്റെ ഇടങ്ങേറിൽ നിന്ന് നിന്റെ അരികിലേക്ക് ഇറങ്ങുന്നതായ, നിന്റെ അരികിലേക്ക് വരുന്നതായ ഈ മയ്യിത്തിനോട് നീ ആദരവ് കാണിക്കണേ. വ വസ്യ മദ്ഖലഹു, ഇതുവരെ നല്ല വിശാലമുള്ള ബെഡ്റൂമിലായിരുന്നു, ഒരുപാട് നല്ല വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഖബറിലേക്ക് വരാൻ പോവാണ്, അത് വീതിയില്ലാത്ത വീടാണ്, അത് നല്ലോണം വിശാലമാക്കി കൊടുക്കണേ. വഗ്സിൽഹു ബിൽ മായി, ഈ മയ്യത്തിനെ നീ വെള്ളം കൊണ്ട് കുളിപ്പിക്കണേ. വസ്സൽജി, മഞ്ഞ് കൊണ്ട് കുളിപ്പിക്കണേ. വൽ വറദി, ആലിപ്പഴം കൊണ്ട് കുളിപ്പിക്കണേ. വനഖ്തിഹി മിനൽ ഖത്തായ, കുളിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ കഴുകി കൊടുക്കണേ. ഈ മയ്യത്തിൻ്റെ പാപങ്ങളൊക്കെ കഴുകണേ എന്നാണ് പറയുന്നത്. വനഖ്തിഹി മിനൽ ഖത്തായ, ദോഷങ്ങളിൽ നിന്ന് ഈ മയ്യത്തിനെ ശുദ്ധീകരിക്കണേ. കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ്, വെള്ള വസ്ത്രത്തിൽ ചളിയായാൽ നമ്മൾ സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകി ശുദ്ധിയാക്കും പ്രകാരം അള്ളാഹിനോട് പറയാണ്. അതുപോലെ വെള്ള വസ്ത്രത്തിൽ ഒരു പുള്ളി തെറിച്ചാൽ അത് നമ്മൾ ചളി കഴുകി ശുദ്ധിയാക്കിയുന്നത് പോലെ ഒരുപാട് ദോഷങ്ങളൊക്കെ ചെയ്തു വരുന്ന മയ്യിത്താണ് പടച്ചോനെ, അതിനെ നീ ശുദ്ധിയാക്കി കൊടുക്കണേ. വ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, ഇവിടെയുള്ള വീടിനേക്കാൾ വിശാലമായ നല്ല ചുറുക്കുള്ള വീടാക്കി നീ അവിടെ കൊടുക്കണേ റബ്ബെ. വ അഹ്ലു ഖൈറൻ മിൻ അഹ്ലിഹി, ഇവിടുത്തെ കുടുംബത്തിനേക്കാൾ നല്ല ഉത്തമമായ കുടുംബം ഉണ്ടാക്കി കൊടുക്കണേ. വ സൗജൻ ഖൈറൻ മിൻ സൗജിഹി, ഇവിടുത്തെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതിനേക്കാൾ നല്ല ഇണയെ അവിടെ നീ നൽകണേ. വ അദ്ഖിൽഹുൽ ജന്ന, നിന്റെ വിശാലമായ സ്വർഗത്തിലേക്ക് കടത്തണേ. വ അഇദുഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നീ കാവൽ നൽകണേ. വ ഫിത്നത്തിഹി, ഖബറിന്റെ പരീക്ഷണത്തിൽ നിന്നും. വ മിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്നും. ഇതാണ് നമ്മൾ ദുആ. ഇത് നോക്കാൻ നിങ്ങൾ ഇത്ര നല്ലൊരു ദുആ ഒരു 40 ആള് പറ്റിയ 40 ആള് മഅ്മൂമായിട്ടുണ്ടെങ്കിൽ മയ്യത്തിന്റെ പിന്നിൽ 40 ആളുകളെ കുറിച്ച്, നിസ്കരിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. 3 സൊഫിനെ കുറിച്ച് പറയുന്നുണ്ട്. 100 ആളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 100 ആള് പക്ക 100 ആളായാലുള്ള ഭാഗ്യം നോക്കാൻ നിങ്ങൾ. എത്ര പ്രാർത്ഥന ഈ മയ്യത്തിന് കിട്ടുക. അതിനാണ് സ്വാലിഹീങ്ങളോടുള്ള ടച്ച് ഉണ്ടാകുക എന്ന് പറയുന്നത്. നല്ല മനുഷ്യന്മാരാരാണോ ഓരോട് കണക്ഷൻ കുറച്ച് കൂടുതലുണ്ടായാൽ നമ്മളെ കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ ഓരോടെ പാറിയെത്തും. അതിൽ സാദാത്യങ്ങൾ ഉണ്ടാകും, മൂല്യന്മാരുണ്ടാകും, മൂല്യരുട്ടികളുണ്ടാകും. അങ്ങനത്തെ ഒരു ജനാസയാകാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക. അതിന് വലിയ പണിയൊന്നുമില്ല. നല്ലൊരാൾ ബത്തക്കൊണ്ട് എടുത്ത മാതിരി ഒരു വലിയൊരു ദർസിലുള്ള കുട്ടികൾക്ക് ഒരു 100 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് നല്ല ചൂടുള്ള സമയത്ത് ഇയാൾ ബത്തക്കൊണ്ടേ കൊടുത്തു. ഒരു ബത്തക്കേ കാരണം ആ ബത്തക്കൊണ്ടേ കൊടുത്ത മൂലറ്റാൾക്കൊക്കെ അങ്ങോട്ട് വെള്ളം കലക്കി കൊടുത്തു.
അയാൾ മരിച്ച സമയത്ത് ആ മൂലയിൽ അവിടുന്ന് പറയാം, ഈ മനുഷ്യൻ ഒരു ചൂടുള്ള നേരത്ത് ഞങ്ങളെ കുട്ടികൾക്ക് വെള്ളം കലക്കി തന്നീനു, ഞങ്ങൾ ഒരിക്കലും ആ വെള്ളം മറക്കൂല. കിട്ടിയോ? മയ്യത്ത് നിസ്കാരത്തിന് ആളെ കിട്ടിയോ? കിട്ടാൻ പണിയൊന്നുമില്ല. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിന്ന് വസ്ത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ പൈസയായിട്ടോ അല്ലെങ്കിൽ ചോറ് കൊടുക്കലായിക്കോട്ടെ, കള്ളം തൊടുത്തമാര് ബെന്നുകൾക്കൊക്കെ ചോറ് കൊടുക്കുക. അങ്ങനത്തെ ഒരു മുഹിബ്, അതൊക്കെ നല്ല പരിപാടിയായി. ത്വആമ് ഭക്ഷണം കൊടുക്കുന്ന മര്യാദ, ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ശ്രേഷ്ഠത, വലിയ ശ്രേഷ്ഠ. ഞാൻ വെളിച്ചം വീശിയത് അങ്ങോട്ടൊക്കെ ആയിക്കോട്ടെ, ചിന്ത അങ്ങോട്ടൊക്കെ പോയിക്കോട്ടെ. ഇത് നേരം വെളുത്ത് വൈകുന്നേരം ആകുവോളം പഞ്ചായത്ത് അല്ലെങ്കിൽ ഇടക്കര, അത് കഴിഞ്ഞാൽ കുടി, ഇടക്കര കുടി. വലിയ കുടുംബത്തേക്കൊന്നും വല്ലാതെ പോവാത്ത ആളാ. മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരത്തിന് വലിയ ആളൊന്നും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ആളുകളെ കൊണ്ട് നമ്മളെ മയ്യത്തിനെ കൊണ്ടുപോകാനും ഖബർക്ക് വെക്കാനും നിസ്കരിച്ചാനൊക്കെ നല്ല പ്രാർത്ഥിക്കാൻ പറയപ്പെട്ട ദുആ ഉണ്ടല്ല. ഈ ദുആ അറിയാത്ത എത്ര ആളുണ്ട് എന്നൊരു ചോദ്യമാണ്. ഈ ദുആ അറിയുന്നവർ എത്ര ആളുണ്ട്? അങ്ങനെ ദുആ അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ജനാസക്ക് പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു അങ്ങനെയുള്ളൊരു ജനാസയാക്കി മരിച്ച നേരത്തെ അള്ളാഹു നമ്മളെ ആക്കി മാറ്റുമാറാവട്ടെ. നമ്മളെ മയ്യത്തും കട്ടിലെ സുബ്ഹാനല്ലാഹ്, മയ്യത്തും കട്ടിലെ പറയുമ്പോൾ ചർച്ച വരുന്നുണ്ട്. എന്തോരാട്ടാണ് റഹ്മാനായ റബ്ബേ കൊണ്ടും മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ആടുകയാണ്. കട്ടിലേൻ്റെ ടക് 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 എന്ന ഒച്ചങ്ങനെ കേൾക്കുക ബാക്കോട്ട്. മയ്യത്തിങ്ങനെ ഉരുളുക, മയ്യത്തും കട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മാരി കൊണ്ട് ഓടലാണ്. തോള് ശരിയല്ലാത്തതുകൊണ്ടാണ്, ഒരേ മാതിരി തോളല്ലാത്തതുകൊണ്ടാണ്. ഏതായാലും ഒരുപാട് വിഷയങ്ങൾ അറിയാനും അറിയിക്കാനുമുണ്ട്. അല്ലാഹു തആല അതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ പ്രഭാതം ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടെങ്കിൽ തട്ടി മാറ്റണേ അല്ലാഹ്. ഇന്നത്തെ ദിവസത്തിന്റെ ഹൈറുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വിശുദ്ധ റമളാനിന്റെ പടിവാതിൽ എത്തി നിൽക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് ആർക്കും ഒരു അപകട രോഗങ്ങളോ വരുത്തല്ല അല്ലാഹ്. സയ്യിദ് ഷുഹൂറിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വപ്നമാകുന്ന പള്ളിയുടെ നിർമ്മാണം എത്രയും വേഗം അറിയാത്ത വഴിയിലൂടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് അവിടുത്തെ അഹ്ലുകാർ, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കളെ അഹ്ലുബൈത്തിന്റെ ഹക്ക് കൊണ്ട് നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അതിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. രോഗങ്ങളുണ്ട്, ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇന്നലെ ഒരുപാട് സ്ത്രീകൾ റഹ്മാനായ റബ്ബെ 500 രൂപകൾ കസേര വാങ്ങണമെന്ന് പറഞ്ഞു. അവർ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹു തആല അവരുടെ സ്വതക്കകളൊക്കെ കബൂലാക്കട്ടെ. അവരുടെ നീയത്തുകളൊക്കെ അല്ലാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. എന്തേത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണോ ഒക്കെ അല്ലാഹുവെ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആവശ്യമായ ഓടിക്കൊണ്ടിരിക്കുന്ന ശരീരമുള്ള ഈ മനുഷ്യന്മാർക്ക് പടച്ചോനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, സിഹത്ത് കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين.